ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ സ്റ്റഡീസ് 6th സ്റ്റാൻഡേർഡിൻ്റെ 8th ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമാണ്. ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലൂടെ എന്ന ആ പാഠത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സംഘം വർക്ക്സ് മെൻഷൻ 5 geographical divisions based on its terrain which existed in ancient തമിഴകം. പുരാതന തമിഴക കാലഘട്ടത്തിൽ പ്രകൃതി അനുസരിച്ചിട്ട് 5ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത്. 5 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ദീസ് ആർ നോൺ ആസ് ഐൻ തിനൈസ്. 5 തിനൈസ് ആണ്, 5 തിനകളാണിത്. ഐൻ തിനൈസ്. തിന എന്ന് പറഞ്ഞാൽ ഭൂപ്രദേശം എന്നാണ് അർത്ഥമാക്കുന്നത്. ദ ലൈഫ് സ്റ്റൈൽ ആൻഡ് ലൈവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ ഇൻ ഈച്ച് തിനൈ വാരിഡ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. അപ്പോൾ ഓരോ തിനൈ, അതായത് ഓരോ ഭൂവിഭാഗത്തിലും താമസിക്കുന്ന ആളുകളുടെ ജീവിത രീതിയും അവരുടെ കൾച്ചറും സംസ്കാരവും ഒക്കെ വ്യത്യാസമായിട്ടായിരുന്നു. 5 തരം ജീവിതശൈലിയും അവരുടെ സംസാരവും ഭാഷയും എല്ലാം വ്യത്യസ്തമായിരുന്നു. ഇതിൽ ആദ്യത്തെ നോക്കാം, കുറിഞ്ചി. കുറിഞ്ചി എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്, മൗണ്ടൻ എന്നാണ് നമുക്ക് തന്നിട്ടുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. മെയിൻ ലൈവ്ലിഹുഡ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആൻഡ് ഹണ്ടിങ് ആണ്. അപ്പോൾ ഇത് എന്താണെന്ന് നോക്കാം. ഫോറസ്റ്റ് ആൻഡ് മൗണ്ടൻ എന്ന് പറയുമ്പോൾ ഇവർ മലയോര പ്രദേശമാണ് ഈ വിഭാഗക്കാർ താമസിച്ചിരുന്നത്. കുറിഞ്ഞി എന്ന് പറഞ്ഞാൽ മലയോര പ്രദേശം, കാടും മലയോര പ്രദേശവുമാണ്. അവരുടെ പ്രധാന തൊഴിലെന്ന് പറഞ്ഞാൽ എന്താണ്? കാട്ടിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ കളക്ട് ചെയ്യുക. ഇപ്പോൾ തേനായാലും പിന്നെ ഹണ്ടിങ്, മൃഗങ്ങളെ കൊല്ലുക, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന മീറ്റ് എടുക്കുക, അതുപോലെ അവരുടെ സ്കിൻ എടുക്കുക, പിന്നെ നഖവും പല്ല് എന്നിവയൊക്കെ എടുക്കുക, എന്നിട്ട് അത് നമ്മൾ പുറത്ത് കൊണ്ടുപോയി വിൽക്കുക. അന്നത്തെ കാലത്ത് അതെല്ലാം എന്തായിരുന്നു? ലീഗലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇല്ലീഗലാക്കിയത്. അപ്പോൾ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടുന്ന, ഫോറസ്റ്റിൽ നിന്ന്, കാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കളക്ട് ചെയ്യുക എന്നതായിരുന്നു അവരുടെ ജോലി. മുല്ലൈ, രണ്ടാമത്തത് മുല്ലയാണ്. മുല്ലൈ ഇടപ്രദേശമാണ്. കാടും ഇടപ്രദേശവും. ഇടപ്രദേശത്ത് കൂടുതൽ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഗ്രാസ് ലാൻഡ് ആൻഡ് ബുഷസ് എന്നാണ്. ഈ ഗ്രാസ് ലാൻഡും ബുഷസും ഒക്കെ കൂടുതൽ കാണപ്പെടുന്നത് ഇടപ്രദേശം എന്ന് പറഞ്ഞാൽ സമതലത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് മുല്ലൈ എന്നുള്ള ഒരു ആളുകൾ താമസിച്ചിരുന്നത്, മുല്ലൈ എന്ന് പേരിൽ അറിയപ്പെട്ടിരുന്നത്. അവിടുത്തെ ആളുകൾക്ക് കൂടുതലായിട്ട് അവർ ചെയ്തിരുന്ന ജോലി കാറ്റൽ റെയറിംഗ് ആണ്. പശു വളർത്തൽ, ആടുമേയ്ക്കൽ, ഈ പരിപാടികൾ, പന്നി വളർത്തൽ, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. ഇനി അടുത്തതാണ് പാലൈ. പാലൈ എന്ന് പറഞ്ഞാൽ മരുതകമാണ്, അല്ല, വരണ്ട ഭൂമിയാണ് പാലൈ. മരുഭൂമി പോലെയുള്ള പ്രദേശങ്ങൾ, അതാണ് പാലൈ. ഏറിഡ് റീജിയൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മരുഭൂമി, വരണ്ട പ്രദേശത്തെയാണ് ഏറിഡ് റീജിയൻ എന്ന് സൂചിപ്പിക്കുന്നത്. റോബറി ആൻഡ് പ്ലണ്ടർ. റോബറി ആൻഡ് പ്ലണ്ടർ എന്ന് പറഞ്ഞാൽ കൊള്ള അടിക്കുക, കക്കുക, ഇതെല്ലാം മറന്നു ഇവരുടെ ആ ഏരിയയിൽ താമസിച്ചിരുന്ന ആൾക്കാരുടെ ജോലി. മരുതമാണ് അടുത്തത്. അഗ്രികൾച്ചറൽ ഫീൽഡ്സ് ആണ് അഗ്രികൾച്ചർ. മരുതം എന്ന് പറഞ്ഞാൽ കൃഷിഭൂമിയാണ് ഉൾപ്പെട്ടിരുന്നത്. അവിടെയുള്ള ആളുകളുടെ പ്രധാന തൊഴിലെന്ന് പറഞ്ഞാൽ കൃഷിയായിരുന്നു. ലാസ്റ്റ് വൺ നെയ്തലാണ്. നെയ്തൽ തീരപ്രദേശമാണ്. തീരപ്രദേശം, കോസ്റ്റൽ റീജിയൻ. ഫിഷിംഗ് ആൻഡ് സോൾട്ട് എക്സ്ട്രാക്ഷൻ ആണ് ഇവരുടെ ജോലിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. മീൻപിടുത്തവും ഉപ്പ് ശേഖരണവും, ഉപ്പ് കടലിൽ നിന്ന് ഉണ്ടാക്കുക, ഇതാണ് ഇവരുടെ ജോലി. ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. വാട്ട് ആർ അങ്ങാടീസ്? ഗിവ് എക്സാമ്പിൾ. അപ്പം അങ്ങാടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് the resource produced in each thenai were exchanged in other thenais. Such exchange of resources led to the formation of trade centers. These trade centers were known as അങ്ങാടീസ്. അപ്പം അങ്ങാടികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാർക്കറ്റ് അല്ലെങ്കിൽ ചന്ത എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങാടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന, മനസ്സിൽ വിചാരിച്ച പോലെ തന്നെയാണ്. ഈ ഓരോ തിനയിലുള്ള ആളുകൾ അവർക്ക് കിട്ടിയ പ്രോഡക്ട്സ്, അവരുടെ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ കൊണ്ടുവന്നിട്ട് മറ്റുള്ള തിനയിലുള്ള ആളുകൾക്ക് വിൽക്കും. അതിനുവേണ്ടി അവർ ഒത്തുകൂടുന്ന സ്ഥലത്തിനാണ് അങ്ങാടികൾ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് അങ്ങാടി? ഗിവ് എക്സാമ്പിൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം എഴുതാം. അങ്ങാടീസ് ഏതെല്ലാം തരമാണെന്ന് നോക്കാം. അല്ലലവനം ആൻഡ് നല്ലങ്ങാടി വേർ ദ മാർക്കറ്റ്സ് ഇൻ ഏൻഷ്യൻ തമിഴകം. അല്ലലവനവും നല്ലങ്ങാടിയുമാണ് 2 മാർക്കറ്റുകൾ.
അല്ലലവനം വേർ ദ ഈവനിങ് മാർക്കറ്റ്സ് ആൻഡ് നല്ലങ്ങാടി വേർ ദ ഡേ ടൈം മാർക്കറ്റ്സ്. അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ അന്തിച്ചന്തയാണ് അല്ലലവനം, നല്ലങ്ങാടി രാവിലെയുള്ള പകൽ സമയത്തുള്ള മാർക്കറ്റാണ്. ഗുഡ്സ് ഫോർ ദ ഡെയിലി നീഡ്സ് ഓഫ് ദ തിനൈസ് വെയർ എക്സ്ചേഞ്ച് ഹിയർ. അപ്പോൾ തിണൈകൾ വന്നിട്ട്, തിണയിലുള്ള ആളുകൾ വന്നിട്ട് അവരെന്ത് ചെയ്യും, അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുകയാണ്. അവർക്ക് ആവശ്യമുള്ളത് വാങ്ങുകയും അവരുടെ കയ്യിലുള്ളത് വിൽക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് അങ്ങാടികൾ. ബേസ്ഡ് ഓൺ ദ നെയിംസ് ഓഫ് തിനൈ, ഡിവൈഡ് ദ ക്ലാസ് ഇൻ ടു 5 ഗ്രൂപ്പ്സ് ആൻഡ് പ്രസന്റ് എ സ്കിറ്റ് ഇൻക്ലൂഡിംഗ് ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ലൈവ്ലിഹുഡ്. അപ്പോൾ ഇവരുടെ ജീവിത രീതിയും ഭൂപ്രദേശവും ഒക്കെ വിശദമാക്കിക്കൊണ്ട് ഒരു സ്കിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 5 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട്. അത് നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് അവരുടെ കൂടുതൽ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അടുത്തത് നമുക്ക് നോക്കാം. പൊളിറ്റിക്കൽ സിസ്റ്റം. ഒബ്സർവ് മാപ്പ് 8.1. ഐഡന്റിഫൈ ഫ്രം ദ മാപ്പ് ഹു ഗവേൺഡ് ഈച്ച് റീജിയൻ ഇൻ ഏൻഷ്യൻ തമിഴകം. ഏൻഷ്യൻ തമിഴകത്തിലെ ആരൊക്കെയാണ് ഭരിച്ചിരുന്നതെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ മാപ്പിൽ തന്നെ തന്നിട്ടുണ്ട് ചോള, ചേര ആൻഡ് പാണ്ഡ്യ എന്നുള്ളത്. ഹൂ ആർ മൂവരസർ. മൂവരസർ ആരെല്ലാം ആയിരുന്നു എന്നാണ് അടുത്ത ചോദ്യം. ദ ചോളാർ, ചേര ആൻഡ് പാണ്ഡ്യാസ് ഹൂ റൂൾഡ് ഏൻഷ്യൻ തമിഴകം വെർ കളക്റ്റീവ്ലി നോൺ ആസ് മൂവേന്ദർ ഓർ മൂവരസർ. ഇപ്പോൾ മൂവരസർ, മൂന്ന് എന്ന് പറഞ്ഞ ഒരു മീനിങ് ആണ്. അരസർ എന്ന് പറഞ്ഞ രാജാവാണ്. മൂവേന്ദർ എന്ന് പറഞ്ഞാൽ 3 ഇന്ദ്രന്മാരെന്നാണ് അർത്ഥം. അപ്പോൾ 3 രാജാക്കന്മാരെന്ന് തന്നെയാണ് ഇതിൻ്റെ 2 വേർഡിൻ്റെയും മീനിങ്. ഓൾ ദ മെനി റൂളിംഗ് പവേഴ്സ് എക്സിസ്റ്റഡ് ഇൻ തമിഴകം, ദ മൂവേന്ദർ ഹാഡ് ആൻ അതോറിറ്റേറ്റീവ് പൊസിഷൻ. അപ്പോൾ ചോള, ചേര, പാണ്ഡ്യ ഇവർക്ക് 3 പേർക്കുമായിരുന്നു ആധികാരികമായിട്ടുള്ള സ്ഥാനം ഉണ്ടായിരുന്നത്. ഇവർക്ക് 3 പേർക്കുമായിരുന്നു. വേറെയും നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നെങ്കിൽ പോലും ഇവരായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്. ഇവർക്കായിരുന്നു കൂടുതൽ അധികാരം. ദീസ് കിങ്സ് വെർ റിഫർ ടു ആസ് കോ, കൊൻ ആൻഡ് കടുമങ്കോ. അപ്പോൾ ഇവരെ 3 പേരെയും കോയെന്നും കൊന്നെന്നും കടുമങ്കോ എന്നുമായിരുന്നു വേറൊരു പേരുണ്ടായിരുന്നത്, റെഫർ ചെയ്തിരുന്നത്. ഒബ്സർവ് മാപ്പ് 8.1 ആൻഡ് ലിസ്റ്റ് ദ മൂവേന്ദർ ആൻഡ് ദർ ക്യാപിറ്റൽ. മൂവേന്ദറിനെ ആരൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യുക, അതിൻ്റെ ക്യാപിറ്റൽസും ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ചേരയുടെ വഞ്ചിയാണ്. ചോള ഉറയൂരാണ്. പാണ്ഡ്യ മധുരൈ. അത് 3മാണ് ക്യാപിറ്റൽസ്. ഇത് മറക്കാതെ ഓർത്ത് വെക്കുക. ആഫ്റ്റർ ദ സംഗം ഏജ്, ദ റീജിയൻസ് വിച്ച് വെയർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ചേരാസ് ലേറ്റർ കെയിം അണ്ടർ ദ പെരുമാൾ റൂൾ. അപ്പോൾ ഈ ഒരു സംഘം കാലഘട്ടത്തിന് ശേഷം ചേരന്മാരുടെ സംരക്ഷണയിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾ പിന്നീട് പെരുമാൾ റൂളിലേക്കാണ് വന്നത്. പെരുമാളുകൾ ആണ് പിന്നീട് ഭരിച്ചിരുന്നത്. പെരുമാൾസ് ഓഫ് മഹോദയപുരം. ഇൻ ദ 9th century CE, പെരുമാൾ റൂൾ വാസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ഇറ്റ്സ് സെൻറ്റർ അറ്റ് മഹോദയപുരം. അപ്പോൾ പെരുമാൾ റൂള് 19th centuryയിൽ 9ാം നൂറ്റാണ്ടിലാണ് ഈ പെരുമാൾ റൂള് ആരംഭിച്ചത്. മഹോദയപുരമാണ് അവരുടെ ക്യാപിറ്റലായിട്ടുണ്ടായിരുന്നത്. മഹോദയപുരം മാക്കോട്ടൈ എന്നാണ് അതിൻ്റെ മറ്റൊരു പേര്. നിയർ പ്രസന്റ് കൊടുങ്ങല്ലൂർ. ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ ഭാഗത്താണ് ഈ ഒരു മഹോദയപുരം അല്ലെങ്കിൽ മാക്കോട്ടൈ എന്നുള്ള ആ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്. ദ പെരുമാൾസ് കെയിം ടു ബി നോൺ ആസ് ദ ലേറ്റർ ചേരാസ്. ഈ പെരുമാളുകളെ പിൽക്കാല ചേരന്മാരായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ദ കിങ്സ് ഹിയർ അഡോപ്റ്റഡ് ടൈറ്റിൽ സച്ച് ആസ് പെരുമാൾ, ചേരമൻ, കുലശേഖര. അപ്പോൾ ഇവിടെയുള്ള രാജാക്കന്മാർ അവരുടെ നാമധേയം മാറ്റി. അവരുടെ നാമധേയം പെരുമാളുകൾ, ചേരന്മാർ, കുലശേഖരന്മാർ എന്നുള്ള രീതിയിലാണ് പേരുകളാണ് സ്വീകരിച്ചത്. മഹോദയപുരം വാസ് ദ ക്യാപിറ്റൽ ഓഫ് പെരുമാൾസ് ഹു റൂൾ ഫ്രം 9th century CE ടു ദ ബിഗിനിങ് ഓഫ് 12th century CE. 9ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെ ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ് പെരുമാളുകൾ. അവരുടെ ക്യാപിറ്റലാണ് മഹോദയപുരം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ തലസ്ഥാനം. മഹോദയപുരം വാസ് ഫേമസ് ത്രൂ ഔട്ട് സൗത്ത് ഇന്ത്യ ആസ് എ പ്രൊമിനൻറ്റ് സെൻറ്റർ ഓഫ് നോളജ് ആൻഡ് കൾച്ചർ. അപ്പോൾ മഹോദയപുരം കേരളത്തിൽ, സൗത്ത് ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ ഒരു അറിവിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു കേന്ദ്രമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. രാമരാജശേഖരൻ, സ്ഥാനു രവി, ഇന്ദുകോദ, ഭാസ്കര രവി വേർ ദ പ്രൊമിനൻറ്റ് റൂളേഴ്സ് ഓഫ് മഹോദയപുരം. മഹോദയപുരത്തിലെ പ്രൊമിനൻറ്റ് റൂളേഴ്സ്, പ്രശസ്തരായ ഭരണാധികാരികൾ ആരെല്ലാമായിരുന്നു എന്ന് വെച്ചാൽ അവർ ഈ താഴെ പറഞ്ഞ ആൾക്കാരാണ്. രാമരാജശേഖരൻ, സ്ഥരു രവി, ഇന്ദുകോദ, ഭാസ്കര രവി. ഇനി എക്സ്പ്ലെയിൻ പെരുമാൾ അഡ്മിനിസ്ട്രേഷൻ. പെരുമാൾ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു എന്നാണ് അടുത്ത ചോദ്യം. During the Perumal rule, the kingdom was divided into various nadus.
ഇപ്പൊ പെരുമാൾ ഭരണ സമയത്ത് പെരുമാളിന്റെ ഭരണ കാലഘട്ടത്തിൽ ഈ രാജ്യത്തിനെ മൊത്തമായിട്ട് നാടുകളായിട്ട് തിരിച്ചു. നാടുകൾ, ദ നാഡൂസ് വേർ ഫർദർ ഡിവൈഡഡ് ഇൻറ്റു ദേശംസ്. ഈ നാടുകളെ വീണ്ടും അവർ ദേശങ്ങളായിട്ട് തിരിച്ചു. ദേശങ്ങളായിട്ട് ആ, ചെറിയ ചെറിയ ദേശങ്ങളാക്കി. ഈ ദേശംസ് ഇൻറ്റു കരാസ്. ഈ ദേശത്തിനെ പിന്നെ കരകളാക്കി മാറ്റി, കരകളായിട്ട് തിരിച്ചു. ഓരോ ചെറിയ ചെറിയ പ്രദേശങ്ങളാക്കി കരകളാക്കി. ദ നാഡൂസ് വെർ അഡ്മിനിസ്ട്രേറ്റഡ് ബൈ നാടുവാഴീസ്. ഈ നാടുകൾ ഭരിച്ചിരുന്നത് നാടുവാഴികളും, ദേശംസ് വെർ അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദേശവാസീസ്. ദേശങ്ങൾ ഭരിച്ചിരുന്നത് ദേശവാസികളും. ദേശവാസീസ് റൂൾഡ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദേശക്കൂട്ടംസ് വിച്ച് വെർ പോപ്പുലർ ഇൻ ദെയർ നേച്ചർ. അപ്പോൾ ദേശങ്ങൾ ഭരിച്ചിരുന്ന ദേശവാസീസ് ഉണ്ടായിരുന്നല്ലോ. ഈ ദേശവാസി എന്ന് പറയുന്നത് ഒരു വ്യക്തിനെ തിരഞ്ഞെടുക്കുന്നത് ദേശക്കൂട്ടത്തിൽ നിന്നാണ്. ആ ദേശത്തുള്ള ആളുകളുടെ ഒരു കൂട്ടം ഉണ്ടാകും. ആ കൂട്ടത്തിൽ നിന്ന് ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുത്തിട്ടാണ് ദേശവാസിയാക്കുന്നത്. അപ്പോൾ ദേശവാസിനെ ദേശക്കൂട്ടത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. ദ പഞ്ചായത്ത് റൂൾഡ് കരകൾ ഭരിച്ചിരുന്നത് പഞ്ചായത്തുകളാണ്. പെരുമാൾ വാസ് ദ ടോപ്പ് ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഹെറാർക്കി. അപ്പോൾ ഈ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും ആ, മേലെയുള്ള ഏറ്റവും അധികാരമുള്ള ആള് പെരുമാളായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നാടുവാഴികൾ വരും, ദേശവാസികൾ വരും, പിന്നെ പഞ്ചായത്ത് വരും. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഹെറാർക്കിയാണ്. കംപ്ലീറ്റ് ദ കോൺസെപ്റ്റ് മാപ്പ് റിലേറ്റഡ് ടു പെരുമാൾ അഡ്മിനിസ്ട്രേഷൻ. ഈ പെരുമാൾ അഡ്മിനിസ്ട്രേഷൻ്റെ കോൺസെപ്റ്റ് മാപ്പ് തന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് ഫില്ല് ചെയ്യുക. പെരുമാൾ കിങ്ഡം ഭരിച്ചിരുന്നത് പെരുമാൾ കിങ്ഡത്തിൻ്റെ രാജ്യത്തിൻ്റെ അധികാരി പെരുമാളായിരുന്നു. നാടുകൾ ഭരിച്ചിരുന്നത് നാടുവാഴികൾ, ദേശം ഭരിച്ചിരുന്നത് ദേശവാസികൾ, കര ഭരിച്ചിരുന്നത് പഞ്ചായത്ത്. ഇനി എക്സ്പ്ലെയിൻ എക്കണോമിക് ഡെവലപ്മെന്റ് ഡ്യൂറിങ് ദ റീൻ ഓഫ് പെരുമാൾസ്. പെരുമാളിന്റെ സമയത്ത് ഉണ്ടായിരുന്ന സാമ്പത്തിക പുരോഗതി എങ്ങനെയായിരുന്നു? അതാണ് അടുത്ത ചോദ്യം. ദർ വാസ് എ സ്ട്രോങ് എക്കണോമിക് ഫൗണ്ടേഷൻ ഡ്യൂറിങ് ദ റെയിൻ ഓഫ് പെരുമാൾസ്. പെരുമാളിന്റെ കാലഘട്ടത്തിലെ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു സാമ്പത്തിക ഒരു പുരോഗതിയാണ് ഉണ്ടായിരുന്നത്. അലോങ് വിത്ത് അഗ്രികൾച്ചർ ട്രേഡ് ഓൾസോ ഫ്ലറിഷ്ഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും അത് കൃഷിയാണ് അല്ലേ. കൃഷിയുടെ കൂടെ കച്ചവടവും നന്നായിട്ട് പുരോഗതി പ്രാപിച്ചിരുന്നു. നല്ല കച്ചവടക്കാർ വരുമ്പോഴത്തേക്കും അവരുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങിച്ച് നമുക്ക് എക്കണോമി മെച്ചപ്പെടുത്തി, നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തി ടാക്സ് കളക്ട് ചെയ്തിട്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പെരുമാൾ ഭരണത്തിലുണ്ടായിരുന്നു. ദ സ്പൈസ് ട്രേഡ് വിത്ത് ഫോറിൻ കൺട്രീസ് ആൻഡ് ദ കസ്റ്റം ഡ്യൂട്ടീസ് ടാക്സസ് കളക്റ്റഡ് ത്രൂ പോർട്സ് റിസൾട്ടഡ് ഇൻ ദ എക്കണോമിക് ചേഞ്ചസ് ഇൻ ദ പെരുമാൾ കിങ്ഡം. ഇപ്പോൾ പെരുമാൾ രാജ്യത്ത് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാക്കിയതിൻ്റെ പ്രധാന കാരണം ഫോറിൻ കൺട്രീസിൽ നിന്ന് വരുന്ന സ്പൈസ് ട്രേഡേഴ്സ് ഉണ്ടാകുമല്ലോ, സുഗന്ധവ്യഞ്ജനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന വിദേശീയ കച്ചവടക്കാർ. അവരുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്തു? കസ്റ്റം ഡ്യൂട്ടി, അതായത് ടാക്സ് കളക്ട് ചെയ്യുമായിരുന്നു. പോർട്ടിൽ വെച്ചിട്ട് ചുങ്കം കളക്ട് ചെയ്യും. ആ സമയത്ത് ടാക്സ് കളക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് എന്തുണ്ടാക്കി? കുറച്ച് സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കി. അപ്പോൾ ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഹിസ്റ്റോറിക്കൽ മൂവീസിൽ കാണാൻ സാധിക്കുമല്ലോ, അവർ ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ. ദ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ട്രേഡിംഗ് ഗ്രൂപ്പ് ലൈക്ക് അഞ്ചുവനം, മണിഗ്രാമം, വലാഞ്ചിയാർ ആൻഡ് നാനാദേശികൾ വിച്ച് വെയർ പ്രിവലന്റ് ത്രൂ ഔട്ട് സൗത്ത് ഇന്ത്യ അറ്റ് ദാറ്റ് ടൈം ഹെൽപ്പ് ദ എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ ദിസ് റീജിയൻ. അപ്പോൾ ദ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്, അപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ഈ കച്ചവടപരമായിട്ടുള്ള കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് ഉണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. ഓഫ് ട്രേഡിംഗ് ഗ്രൂപ്പ്സ് ആണ് അഞ്ചുവനം, മണിഗ്രാമം, വളാഞ്ചിയർ, നാനാദേശികൾ. ഇവരെല്ലാം ട്രേഡിംഗ് ഗ്രൂപ്പ്സുകളാണ്. കച്ചവടത്തിന് വരുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവരെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ അഞ്ചുവനം നോക്കാം. അഞ്ചുവനം merchant girl consisting mainly of non-Indian traders from West Asia. ഇപ്പോൾ പടിഞ്ഞാറൻ ഏഷ്യയിൽ നിന്ന് വരുന്ന കച്ചവടക്കാരാണ് ഇവർ. ഇൻക്ലൂഡഡ് ജ്യൂസ്, സിറിയൻ, ക്രിസ്ത്യൻ, മുസ്ലിംസ് ആൻഡ് പാർസി മെർച്ചൻസ്. ഇപ്പോൾ ജൂതന്മാരായവരും ക്രിസ്ത്യാനികളും മുസ്ലിമുകളും പാർസികളുമായിട്ടുള്ള മെർച്ചന്റുമാരെയാണ് ഈ അഞ്ചുവനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് മണിഗ്രാമമാണ്. മണിഗ്രാമം
Medieval merchant organized by itinerant ethnic Indian traders consisting of ethnic Indian itinerant traders. ഈ മണിഗ്രാമത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ ഇന്ത്യക്കാർക്കും ഇടയിൽ നിന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. നമ്മൾ പറയുന്നതും അവർ പറയുന്നതും ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർക്ക് കച്ചവടം കൊടുക്കുന്ന ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഈ മണിഗ്രാമത്തിലുള്ള ആൾക്കാർ. അവർ ഇന്ത്യക്കാർ തന്നെ ആയിരിക്കും. ഇവർക്ക് ഇംഗ്ലീഷും പോർച്ചുഗീസും പിന്നെ അതുപോലെ എല്ലാ അറബിയും ഒക്കെ അറിയാവുന്ന ആൾക്കാർ. അവർ എന്ത് ചെയ്യും, രണ്ട് ഭാഗത്തും നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത് കച്ചവടം നടത്തുന്ന ആൾക്കാരാണ് ഈ മണിഗ്രാമം എന്ന് പറഞ്ഞ ആ ഒരു ട്രേഡിംഗ് ഗ്രൂപ്പിലുള്ള ആളുകൾ. വളാഞ്ചിയർ, നെക്സ്റ്റ് വളാഞ്ചിയർ ആണ്. A powerful influential merchants in medieval South India primarily consist of ethnic Indian traders. ഇവരും വളാഞ്ചിയറും അങ്ങനെ തന്നെയാണ്. ഇവരും നാട്ടുകാരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് മറ്റവർക്ക് കച്ചവടം ചെയ്യും. അതുപോലെ ഇവർക്ക് വിദേശ ഭാഷകളെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നത് കൊണ്ട് അവരെന്ത് ചെയ്യും, ഇവർ ഒരു ഇടനിലക്കാരായിട്ട് നിൽക്കും. അത് അങ്ങനെയുള്ള ആൾക്കാരാണ് വളാഞ്ചിയർ. ഇനി നാനാദേശക്കാരെ നോക്കാം എന്താണ്. ഈ നാനാദേശികൾ എന്ന് പറഞ്ഞാൽ അവർ ഇതുപോലെ തന്നെ തദ്ദേശീയരുടെയും വിദേശികളുടെയും ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് ലോക്കലായിട്ടുള്ള കണക്ഷൻസും ഉണ്ടാകും, അതുപോലെ ഇൻ്റർനാഷണൽ ട്രേഡ് കണക്ഷൻസും ഉണ്ടാകും. ഫോറിനേഴ്സ് വരുമ്പോൾ അവരുമായിട്ടുള്ള ട്രേഡിങ് സ്മൂത്താക്കി കൊടുക്കുക, അവർക്ക് വേണ്ടി വിലപേശുക, ഇതെല്ലാമാണ് ഈ നാനാദേശികളുടെയും ജോലി. ഇവർക്ക് ഫോറിനേഴ്സുമായിട്ട് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ കർണാടക വരെയുള്ള ഭൂപ്രദേശത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് വരെയുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിന് മുകളിലേക്കുള്ള രാജ്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ആ ഭാഗങ്ങളിലുള്ള ട്രേഡേഴ്സ് വന്നു കഴിഞ്ഞാൽ അവരുമായിട്ടും ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടും ഒക്കെ ഇവർ ലോക്കൽ ട്രേഡേഴ്സിനെ സഹായിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ നാനാദേശികൾ. അപ്പോൾ ഈ എല്ലാം അഞ്ചുവനം ആയാലും മണിഗ്രാമമായാലും വളാഞ്ചിയറും നാനാദേശികൾ, ഈ വളാഞ്ചിയറും മണിഗ്രാമവും നാനാദേശികളുമാണ് ലോക്കൽ ഗൈഡുകളായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവർക്ക് ഇംഗ്ലീഷും അതുപോലെയുള്ള വിദേശ ഭാഷകളും വശമുണ്ടാകും. അപ്പോൾ ഇവരാണ് കച്ചവടക്കാർക്ക്, ഇന്ത്യൻ കേരളത്തിലുള്ള കച്ചവടക്കാർക്ക് ഭാഷാ സഹായങ്ങളൊക്കെ കൊടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അവരുടെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കച്ചവടത്തിനുള്ള ആ ഒരു കച്ചവടം സുഗമമാക്കി കൊടുക്കുന്നത്. എക്സ്പ്ലെയിൻ കൾച്ചറൽ ലൈഫ് ഡ്യൂറിങ് പെരുമാൾ റൂൾ. ഇനി പെരുമാൾ റൂളിലുള്ള കൾച്ചറൽ ലൈഫ് എങ്ങനെയാണെന്ന് നോക്കാം. ഡ്യൂറിങ് ദ പെരുമാൾ റൂൾ ദർ വെർ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ദ കൾച്ചറൽ സ്ഫിയർ ആസ് വെൽ. ഇപ്പോൾ കൾച്ചറൽ സാംസ്കാരിക മേഖലയിലും ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പെരുമാൾ റൂളിൻ്റെ സമയത്ത്. അതെന്തെല്ലാമാണ് നോക്കാം. ടെമ്പിൾസ് എമേർജ്ഡ് ആസ് ദ കോർ ഓഫ് കൾച്ചറൽ ലൈഫ് ആസ് ദേ വർ ദ സെൻറ്റേഴ്സ് ഓഫ് അഗ്രേറിയൻ വില്ലേജസ്. അപ്പോൾ കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചിരുന്നത് അമ്പലങ്ങളാണ്. അതുകൊണ്ട് അമ്പലങ്ങളുടെ ഒരു എമേർജൻ എന്ന് പറഞ്ഞാൽ ഉയർത്തു വരിക എന്നാണ് അർത്ഥം. അപ്പോൾ കുറേ അമ്പലങ്ങൾ, ധാരാളം അമ്പലങ്ങൾ ഇവർ കെട്ടി പെരുമാളിൻ്റെ കാലഘട്ടത്തിൽ. അവിടെയാണ് സാംസ്കാരിക ജീവിതവും സാമൂഹിക ജീവിതവും ഒക്കെ നമുക്ക് ഈ ഒരു അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടന്നിരുന്നത്. അവർ അഗ്രികൾച്ചർ വില്ലേജ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ കൂടുതൽ കാര്യങ്ങളും അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അമ്പലങ്ങളായിരുന്നു അതിൻ്റെ സെൻറ്ററുകൾ. ദ കാസ്റ്റ് സിസ്റ്റം എമേർജ്ഡ് ആസ് പീപ്പിൾ കണ്ടിന്യൂഡ് ദ സെയിം ഓക്യുപ്പേഷൻ ട്രഡീഷണലി ഫ്രം ബർത്ത്. ഇപ്പോൾ ഒരേ തൊഴിൽ തന്നെ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നത് കൊണ്ട്, ഫ്രം ബർത്ത്, ജനനം മുതൽ മരണം വരെ ഒരേ തൊഴിൽ ചെയ്തു വരുന്നത് കൊണ്ട് തന്നെ കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ രൂപം പ്രാപിച്ചു, ജാതി വ്യവസ്ഥ ഉണ്ടായി. ആർക്കിടെക്ചർ, സ്കൾപ്ചർ, പെയിന്റിംഗ്, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, ഡാൻസ് ആൻഡ് മ്യൂസിക് ഫ്ലറിഷ്ഡ് അറൌണ്ട് ടെമ്പിൾസ്. അപ്പോൾ അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശില്പകല, അതുപോലെ പെയിന്റിങ്, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, വാദ്യ ഉപകരണങ്ങളുടെ ആ ഒരു സംഗീതോപകരണങ്ങൾ, നൃത്തം, സംഗീതം, ഇതെല്ലാം ആ സമയത്താണ് ഒന്ന് പ്രചാരത്തിൽ വന്നത്. ഈ സമയത്ത് പ്രചാരത്തിൽ വന്ന കലകളാണ് നൃത്തം, അതുപോലെ സംഗീതം, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്, സംഗീത ഉപകരണങ്ങളുടെ ഒരു കടന്നുവരവ്, അതുപോലെ പെയിൻറ്റിങ്, സ്കൾപ്ചർ, കൊത്തുപണികൾ, വാസ്തുവിദ്യ, കൊത്തുപണി,
പെയിന്റിങ്, അതുപോലെ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, വാദ്യോപകരണങ്ങളുടെ ആം, വാദ്യോപകരണ സംഗീതം, നൃത്തം, സംഗീതം ഇതെല്ലാം പുരോഗതി പ്രാപിച്ചത് പെരുമാൾ റൂളിന്റെ സമയത്താണ്. റിച്വലിസ്റ്റിക് ആർട്ട് ലൈക്ക് കൂത്ത് ആൻഡ് കൂടിയാട്ടം ഓൾസോ ഡെവലപ്പ് ഡ്യൂറിങ് ദിസ് പീരീഡ്. കൂത്തും കൂടിയാട്ടവും എല്ലാം ഡെവലപ്പ് ആയത് ഈ ഒരു കാലഘട്ടത്തിലുമാണ്. Collect the pictures and information depicting cultural changes during the Perumal rule and prepare an album, a digital album with captions. അപ്പോൾ ഇതെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിജിറ്റൽ ആൽബം റെഡിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബൈ ദ ബിഗിനിങ് ഓഫ് 12th സെഞ്ചുറി ദ റൂൾ ഓഫ് പെരുമാൾസ് ഡിസ്ഇൻറ്റഗ്രേറ്റഡ്. ഇപ്പോൾ 12ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ പെരുമാൾ ഭരണം ക്ഷയിക്കാൻ തുടങ്ങി. ദസ് ദ പൊളിറ്റിക്കൽ യൂണിറ്റി ഓഫ് ദ റീജിയൻ അണ്ടർ ദർ റൂൾ വാസ് ലോസ്റ്റ്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ ഐക്യമൊക്കെ നഷ്ടപ്പെട്ടു. അവരൊക്കെ എല്ലാവരും പെരുമാൾ ഭരണത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന നാടുവാഴികളാണെങ്കിലും ദേശവാസികളാണെങ്കിലും പഞ്ചായത്താണെങ്കിലും അതൊക്കെ ശിഥിലമാകാൻ തുടങ്ങി. കോൺസിക്വൻ്റ്ലി മെനി നാഡൂസ് ദാറ്റ് വെയർ പാർട്ട് ഓഫ് പെരുമാൾ കിങ്ഡം ബിക്കം ഇൻഡിപെൻഡൻറ്റ്. പെരുമാൾ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടിരുന്ന പല നാടുകളും സ്വതന്ത്ര നാടുകളായി മാറി. എക്സ്പ്ലെയിൻ ദ റൈസ് ഓഫ് നാടുവാഴി സ്വരൂപം. ഇനി നാടുവാഴി സ്വരൂപത്തിൻ്റെ ഉയർച്ച എങ്ങനെയായിരുന്നു, ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെയായിരുന്നു? ദ നാഡൂസ് വെയർ ദാറ്റ് വെർ ദ പാർട്ട് ഓഫ് പെരുമാൾ കിങ്ഡം ലേറ്റർ കെയിം ടു നോൺ ആസ് നാടുവാഴി സ്വരൂപം ആൻഡ് ദീസ് വെയർ അണ്ടർ ദ കൺട്രോൾ ഓഫ് നാടുവാഴീസ്. അപ്പോൾ നാടുകൾ ഭരിച്ചിരുന്നത് നാടുവാഴികളായിരുന്നല്ലോ. പെരുമാൾ ഭരണത്തിൻ്റെ ആ ഒരു ക്ഷയം തുടങ്ങിയ സമയത്ത്, പെരുമാൾ ഭരണം അവസാനിക്കാറായ സമയത്ത് നാടുവാഴികൾ എന്ത് ചെയ്തു? ഈ നാട്ടുരാജ്യങ്ങളെ അവർ സ്വന്തമായിട്ട് ഭരിക്കാൻ തുടങ്ങി. അവർ നാടുവാഴി സ്വരൂപം എന്നുള്ളൊരു പേര് സ്വീകരിച്ചിട്ട് അവർ നാടുവാഴികൾ സ്വന്തമായിട്ട് അവരുടെ നാടിനെ ഭരിക്കാൻ തുടങ്ങി. സ്വരൂപംസ് വെയർ സെൽഫ് ഗവർണിംഗ് റീജിയൻസ് ദാറ്റ് എക്സിസ്റ്റഡ് ബേസ്ഡ് ഓൺ ദ മരുമക്കത്തായം സിസ്റ്റം. അപ്പോൾ മരുമക്കത്തായം സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സെൽഫ് ഗവർണിംഗ്, സ്വന്തമായിട്ട് ഭരിക്കുന്ന ഒരു പ്രദേശമുണ്ടായി. ആ ഒരു പ്രദേശത്തിനെ, ആ ഒരു നാടിനെ ഒരു നാടുവാഴി സ്വന്തമായിട്ട് ഭരിക്കുന്നു. ആ നാടുവാഴി അവർക്ക് സ്വന്തമായിട്ടൊരു പേരിടുന്നു. നാടുവാഴി സ്വരൂപം എന്നുള്ള ഒരു പേര് സ്വീകരിക്കുന്നു, ഒരു ചട്ടപ്പേര് സ്വീകരിക്കുന്നു. എന്നിട്ട് ആ ഒരു നാടിനെ അവർ ഭരിക്കുന്നു. ഇവർക്ക് മരുമക്കത്തായം സമ്പ്രദായമാണ് ഫോളോ ചെയ്യുന്നത്. മരുമക്കത്തായം എന്ന് പറഞ്ഞാൽ ഈ നാടുവാഴിയുടെ കാലം കഴിഞ്ഞാൽ, ഈ നാടുവാഴി മരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഭരിക്കുന്ന നാടുവാഴി മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഭരണത്തിൽ വരുന്നത് മരുമകനായിരിക്കും. മരുമകൻ എന്ന് പറഞ്ഞാൽ പെങ്ങളുടെ അല്ലെങ്കിൽ അനിയത്തിയോ ചേച്ചിയോ അവരുടെ മകൻ ഉണ്ടെങ്കിൽ ആ മകനായിരിക്കും അടുത്ത നാടുവാഴിയായിട്ട് വരുന്നത്, അല്ലാതെ സ്വന്തം മകനല്ല. ഈ നാടുവാഴി മരിച്ചു കഴിയുമ്പോൾ നാടുവാഴിയുടെ സ്വന്തം മകന് അധികാരം ഒന്നും കിട്ടില്ല. പകരം ആർക്കാണ് കിട്ടുക? പെങ്ങളുടെ മകന്. അല്ലെങ്കിൽ പെങ്ങൾക്ക് ആൺമക്കൾ ഇല്ലെന്നാണെങ്കിൽ ആര് വരും? മരുമകനായിട്ട് കല്യാണം കഴിക്കുമല്ലോ. മകളെ കല്യാണം കഴിക്കുന്ന ആളാരാണോ അയാളാണ് മരുമകനായിട്ട് വരിക. അപ്പം അയാളുടെ ആയിരിക്കും നാടുവാഴിയായിട്ട് വരിക. മോസ്റ്റ് പ്രോബബ്ലി ഇവർ രാജ്യഭരണം കൈവിട്ട് പോവാതിരിക്കാൻ വേണ്ടി സ്വന്തം ആളുകളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിപ്പിക്കും. മരുമക്കത്തായം ഫോളോ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും? പെങ്ങളുടെ മകനെ കൊണ്ട് തന്നെ മകളെ കല്യാണം കഴിപ്പിക്കും. അപ്പോൾ അധികാരം കൈവിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെയാണ് ഇവരുടെ ഉള്ളിലുള്ള കളികൾ. ഇനി ജോയിൻറ്റ് ഫാമിലീസ് ബേസ്ഡ് ഓൺ ദ മരുമക്കത്തായം സിസ്റ്റം കൺട്രോൾ ദ സ്വരൂപംസ്. അപ്പോൾ ഈ സ്വരൂപത്തിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ മരുമക്കത്തായം ഫോളോ ചെയ്യുന്ന റോയൽ ഫാമിലികളാണ്. മരുമക്കത്തായം ആൻഡ് മരുമക്കത്തായം. ഇപ്പോൾ വാട്ട് ഈസ് മക്കത്തായം ആൻഡ് വാട്ട് ഈസ് മരുമക്കത്തായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എഴുതാം. മക്കത്തായം ആൻഡ് മരുമക്കത്തായം വേർ ദ ഇൻഹെറിറ്റൻസ് സിസ്റ്റം പ്രിവലൻറ്റ് ഇൻ ഏൻഷ്യൻ കേരള. ഇപ്പോൾ മക്കത്തായവും മരുമക്കത്തായവും ആയിരുന്നു പുരാതന കേരളത്തിൽ പിന്തുടർന്ന് വന്നിരുന്ന ഒരു ഇൻഹെറിറ്റൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പാരമ്പര്യം കൈമാറുക എന്ന് പറയുമല്ലോ, അതുപോലെ നമ്മുടെ സ്വത്ത് വകകൾ കൈമാറ്റം ചെയ്യുക. അങ്ങനെ കൈമാറ്റം ചെയ്യുന്നതിന് ഫോളോ ചെയ്തിരുന്ന ഒരു സിസ്റ്റമാണ് മക്കത്തായവും മരുമക്കത്തായവും. മക്കത്തായം ഈസ് എ സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ് ഫ്രം ഫാദർ ടു ചിൽഡ്രൻ. മക്കത്തായത്തിൽ എങ്ങനെയാണ്? അച്ഛനിൽ നിന്ന് മക്കളിലേക്ക് ഡയറക്റ്റാണ് എല്ലാ അധികാരങ്ങളും എല്ലാ അവകാശങ്ങളും കൈമാറ്റം ചെയ്യുന്നത്. Whereas Marumakkatayam was a system by which right of inheritance was passed to the son of the sister in the family. അപ്പോൾ മരുമക്കത്തായത്തിൽ എങ്ങനെയാണ്? അച്ഛനിൽ നിന്ന് മകനിലേക്ക് പോവില്ല, അതിന് പകരം ആരിലേക്ക് പോകും?
പെങ്ങളുടെ മക്കളിലേക്ക് പോകും. അനിയത്തിയോ ചേച്ചിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മക്കൾ ആരാണോ അവർക്കായിരിക്കും അധികാരം കിട്ടുക. അധികാരവും മാത്രമല്ല സ്വത്തും അവകാശങ്ങളും എല്ലാം കിട്ടുക അവർക്കായിരിക്കും. അതാണ് മരുമക്കത്തായം. വിച്ച് ആർ ദ ഇമ്പോർട്ടന്റ് നാടുവാഴി സ്വരൂപംസ്. അപ്പോൾ വിച്ച് ആർ ദ ഇമ്പോർട്ടന്റ് നാടുവാഴി സ്വരൂപംസ് ഇൻ കേരള. കേരളത്തിലുണ്ടായിരുന്ന നാടുവാഴി സ്വരൂപങ്ങൾ ഏതെല്ലാമാണെന്നാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. ദ ഇമ്പോർട്ടന്റ് നാടുവാഴി സ്വരൂപംസ് ഇൻക്ലൂഡഡ് കോലോത്തുനാട് കണ്ണൂർ, നെടിയിരുപ്പ് കോഴിക്കോട്, പെരുമ്പടപ്പ് കൊച്ചി ആൻഡ് തൃപ്പപ്പൂർ വേനാട്. With the expansion of Naduvari rule, the Janmi system, landlordism, became widespread. ഇപ്പോൾ നാടുവാഴി ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്താണ് ജന്മി വ്യവസ്ഥയും ആം, പ്രചാരത്തിൽ വരാൻ തുടങ്ങിയത്. പ്രചാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ വൈഡ് സ്പ്രെഡ് ആയിട്ട് പരക്കെ ഈ ജന്മികൾ അവരുടെ അധികാരം എടുക്കാൻ തുടങ്ങി. ദ ജന്മി സിസ്റ്റം വാസ് എ സിസ്റ്റം ദാറ്റ് കൺട്രോൾ ദ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ഫിയേഴ്സ് ഇൻ മിഡീവിയൽ കേരള. ഇപ്പം ജന്മികളാണ് പിന്നീട് ഉള്ള കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൈകടത്തിയിരുന്നതും കൈകാര്യം ചെയ്തിരുന്നതും തീരുമാനങ്ങൾ എടുത്തിരുന്നക്കാരാണ്. ജന്മി വ്യവസ്ഥയിലുള്ള ജന്മിമാരാണ്. ദ റൈസ് ഓഫ് നാടുവാഴി സ്വരൂപം വാസ് ദ റിസൾട്ട് ഓഫ് എക്സ്പാൻഷൻ ഓഫ് ജന്മി സിസ്റ്റം. അപ്പം നാടുവാഴി സ്വരൂപത്തിൻ്റെ ഉയർച്ച ഉണ്ടായത് തന്നെ ഈ ജന്മി വ്യവസ്ഥയുടെ ഒരു ഉയർ എക്സ്പാൻഷൻ പോലെയാണ്. അതൊന്ന് വിപുലീകരിച്ചപ്പോഴത്തേക്കുമാണ് ജന്മി വ്യവസ്ഥ ഒന്ന് വിപുലീകരിച്ചപ്പോഴാണ് ഈ നാടുവാഴി സ്വരൂപങ്ങൾ ഉണ്ടായത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നാടുവാഴി മേജർ നാടുവാഴി സ്വരൂപത്തിൻ്റെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. കോലോത്തുനാട്, നെടിയിരുപ്പ്, പെരുമ്പടപ്പ് ആൻഡ് തൃപ്പപ്പൂർ എന്ന് പറഞ്ഞിട്ട് 4 സ്വരൂപംസിൻ്റെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. നാഡൂസ് ഓഫ് മിഡീവിയൽ കേരള, മിഡീവിയൽ കേരളത്തിൽ മധ്യ കേരളത്തിലുണ്ടായിരുന്ന നാടുകൾ ഏതെല്ലാമാണെന്ന് കാണിച്ചിട്ടുണ്ട്. ഒബ്സർവ് മാപ്പ് 8.2 ആൻഡ് ലിസ്റ്റ് ദ മേജർ നാടുവാഴി സ്വരൂപം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ കേരള. കേരളത്തിൽ ഉണ്ടായിരുന്ന നാടുവാഴി സ്വരൂപങ്ങളുടെ പേരുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കോലോത്തുനാട്, നെടിയിരുപ്പ്, പെരുമ്പടപ്പ്, തൃപ്പപ്പൂർ ഇതെല്ലാമായിരുന്നു പ്രധാന സ്വരൂപങ്ങൾ, നാടുവാഴി സ്വരൂപങ്ങൾ. ലെറ്റ്സ് ഗെറ്റ് ഫാമിലിയറൈസ്ഡ് മോർ അബൌട്ട് ദ നാടുവാഴി സ്വരൂപംസ്. ഇനി ഓരോ നാടുവാഴി സ്വരൂപങ്ങളെ പറ്റിയാണ് അടുത്തത് പറഞ്ഞിട്ടുള്ളത്. എക്സ്പ്ലെയിൻ കോലോത്തുനാട് സ്വരൂപം എന്ന് പറയുമ്പോൾ റൂൾഡ് ഫ്രം കണ്ണൂർ ആസ് ഇറ്റ് സെന്റർ. ദ റൂളർ വാസ് നോൺ ആസ് കോലോത്തിരി. കോലോത്തിരി എന്നായിരുന്നു ആ റൂളറിന്റെ പേര്. കോലോത്തുനാട് കണ്ണൂരായിരുന്നു. ഇപ്പോഴത്തെ പ്രസന്റ് കണ്ണൂരാണ് അവിടെ അവരുടെ നാട്. എക്സ്പ്ലെയിൻ നെടിയിരുപ്പ് സ്വരൂപം. റൂൾ ഫ്രം കോഴിക്കോട് ആസ് ഇറ്റ് സെന്റർ. ദ റൂളർ വാസ് നോൺ ആസ് സാമൂതിരി samurai. The fame of Samudri raised after he had become the protector Raksha Purusha of the Mamangam festival. അപ്പം നെടിയിരുപ്പ് സ്വരൂപം ആണ് കോഴിക്കോട് ആണ് അവരുടെ കേന്ദ്രമായിട്ടുള്ളത്. അവിടുത്തെ രാജാവിൻ്റെ പേര് സാമൂതിരി എന്നാണ്, സാമറിൻ. ഈ സാമൂതിരിക്ക് ഫേമസ് ആയത് എങ്ങനെയാണ്? സാമൂതിരി ഫേമസ് ആയത് പ്രൊട്ടക്ടർ രക്ഷാപുരുഷനായിട്ട് അവതരിക്കാൻ തുടങ്ങിയപ്പോഴാണ്. മാമാങ്കം എന്നുള്ളൊരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു ആ സമയത്ത്, പണ്ട് മധ്യ കേരളത്തിൽ, മിഡീവിയൽ കേരള. ആ സമയത്ത് നമുക്കൊരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു മാമാങ്കം എന്ന് പറഞ്ഞിട്ട്. ഈ മാമാങ്കത്തിലുള്ള രക്ഷാപുരുഷനായിട്ട് അവതരിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് സാമൂതിരിക്ക് പ്രാധാന്യം ഉണ്ടായത്. എക്സ്പ്ലെയിൻ പെരുമ്പടപ്പ് സ്വരൂപം. ദ കൊടുങ്ങല്ലൂർ റീജിയൻ ബിക്കെയിം പെരുമ്പടപ്പ് സ്വരൂപം. ഇറ്റ് വാസ് ലേറ്റർ നോൺ ആസ് കൊച്ചി റോയൽ ഫാമിലി. പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ ഭാഗത്ത് ഉണ്ടായിരുന്ന രാജകുടുംബമാണ്. അവർ കൊച്ചി റോയൽ ഫാമിലി എന്നുള്ള പേരിൽ അവർ പിന്നീട് അറിയപ്പെട്ടു. തിരുപ്പപ്പൂർ സ്വരൂപം, വേനാട്. ദ സ്വരൂപം സിറ്റുവേറ്റഡ് അറ്റ് സദേൺ പാർട്ട് ഓഫ് കേരള. സദേൺ ദക്ഷിണ ഭാഗത്തുള്ള കേരളത്തിലായിരുന്നു തിരുപ്പപ്പൂർ സ്വരൂപം ഉണ്ടായിരുന്നത്. വേനാട് എന്നാണ് അതിനെ പറയുന്നത്. വേനാട് വാസ് എ ക്യാപിറ്റൽ. അത് നമ്മൾ അപ്ലൈ കണ്ടായിരുന്നു, വേനാട് ക്യാപിറ്റൽ ആണെന്നുള്ളത്. ലേറ്റർ ഇറ്റ് ഇവോൾവ് ഇൻ ടു ദ പവർഫുൾ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ. പിന്നീട് ഈ ഒരു വേനാട് ട്രാവൻകൂർ ആയിട്ട് മാറി. തിരുവനന്തപുരം ആ ഭാഗം ഉണ്ടല്ലോ, തിരുക്കൊച്ചി എന്നുള്ള ഒരു പേരൊക്കെ വന്നത് അതിന് ശേഷമാണ്. തിരുവനന്തപുരമായിട്ട് മാറി ട്രാവൻകൂറാണ് രാജകുടുംബമായിട്ട് മാറിയത്. വേനാട് ഡെവലപ്ഡ് ഇൻ ടു ദ പവർഫുൾ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ് വേനാട് ട്രാവൻകൂർ ആയിട്ട് മാറിയത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശക്തിയായിട്ട് മാറി, പവർഫുൾ ആയിട്ട് മാറി, ശക്തമായിട്ടുള്ള ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിട്ട് മാറിയത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തിലാണ്. ഇറ്റ് വാസ് ശക്തൻ തമ്പുരാൻ ഹു ട്രാൻസ്ഫോം ദ പെരുമ്പടപ്പ് സ്വരൂപം ഇൻ ടു കൊച്ചി കിങ്ഡം. അപ്പോൾ ശക്തൻ തമ്പുരാനാണ് പെരുമ്പടപ്പ് സ്വരൂപത്തിനെ കൊച്ചി രാജവംശമാക്കി മാറ്റിയത്.
ഒബ്സർവ് സം ഓഫ് ദ റീഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മാർത്താണ്ഡവർമ്മ ആൻഡ് ശക്തൻ തമ്പുരാൻ ഗിവൺ ബിലോ. മാർത്താണ്ഡവർമ്മയും ശക്തൻ തമ്പുരാനും നടത്തിയ കുറച്ച് റീഫോംസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. കുറച്ച് പരിഷ്കാരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. വാട്ട് ആർ ദ അച്ചീവ്മെന്റ്സ് ഓഫ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആൻഡ് ശക്തൻ തമ്പുരാൻ, അല്ലെങ്കിൽ വാട്ട് ആർ ദ റീഫോംസ് ഓഫ് എക്സ്പ്ലെയിൻ ദ റീഫോംസ് ഓഫ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആൻഡ് ശക്തൻ തമ്പുരാൻ എന്നും പറഞ്ഞും കൊടുക്കാം. സപ്രസ് ദ മാഡംബീസ് ആൻഡ് എട്ടുവീട്ടിൽ പിള്ളമാർ ദ പവർഫുൾ ലാൻഡ് ലോർഡ്സ്. അപ്പം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്തൊക്കെയാണ് ചെയ്തത്? അദ്ദേഹം എട്ടുവീട്ടിൽ പിള്ളമാരെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവർ ജന്മികളായിരുന്നു. അവരെ അടിച്ചമർത്തിയതും അവരുടെ ആ ഒരു ദുർഭരണം നിർത്തലാക്കിയതൊക്കെ മാർത്താണ്ഡവർമ്മയായിരുന്നു. പിന്നെ മാടമ്പികളുടെ ഭരണം, മാടമ്പികൾ എന്ന് പറയുമ്പോൾ ലാൻഡ് ലോർഡ്സ് തന്നെയാണ്, ജന്മിമാർ തന്നെ. അവരുടെ ഭരണം നിർത്തലാക്കിയതും അവരെയൊക്കെ അടിച്ചമർത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. മെഷേർഡ് ആൻഡ് സർവേഡ് ദ ലാൻഡ് ഇൻ ദ കിങ്ഡം. ആ രാജ്യത്തുണ്ടായിരുന്ന മുഴുവൻ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി സർവേ ചെയ്തു. പെർഫോംഡ് തൃപ്പടിദാനം എന്ന് പറഞ്ഞൊരു ചടങ്ങ് നടത്തി. ഇനി ശക്തൻ തമ്പുരാൻ എന്തൊക്കെയാ ചെയ്ത് നോക്കാം. സപ്രസ് ദ നാടുവാഴീസ്, നാടുവാഴിയുടെ വ്യവസ്ഥ, നാടുവാഴികളെയൊക്കെ അടിച്ചമർത്തി അവരുടെ ആ ഒരു നാടുവാഴി സിസ്റ്റം തന്നെ മാറ്റി. എസ്റ്റാബ്ലിഷ് ട്രേഡ് സെന്റേഴ്സ്, കച്ചവടത്തിനുള്ള സ്ഥലങ്ങൾ, കച്ചവടം നടത്താൻ വേണ്ടിയുള്ള സെന്ററുകളൊക്കെ ഉണ്ടാക്കി, മാർക്കറ്റുകളും അതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി. ഇനീഷ്യേറ്റഡ് തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. ഇനി മാമാങ്കം എന്താണെന്ന് നോക്കാം. അതിന് മുകളിൽ കിടക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സ് ആണ്. അതിനകത്ത് മാമാങ്കം എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. മാമാങ്കം വാസ് എ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് വൺസ് എവറി 12 years ഓൺ ദ ബാങ്ക്സ് ഓഫ് ഭാരതപ്പുഴ അറ്റ് തിരുനാവായ. ദ സാമറിൻ ലേറ്റർ സീസ്ഡ് ദ പ്രൊട്ടക്ടർഷിപ്പ് രക്ഷാപുരുഷ ഓഫ് ദി മാമാങ്കം ഫ്രം ദ വള്ളുവ കോനാതിരി, ദ റൂളർ ഓഫ് വള്ളുവനാട്. അപ്പോൾ ഈ മാമാങ്കം എന്ന് പറഞ്ഞാൽ പണ്ട് ഞാനൊരു ബുക്ക് വായിച്ചിട്ടുണ്ട്, മാമാങ്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയുടെ ഒരു ബുക്കാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഈ സാമൂതിരി, നമ്മൾ മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടല്ലോ മാമാങ്കം എന്ന് പറഞ്ഞിട്ട്, ആ സിനിമ കണ്ടാൽ തന്നെ നമുക്കറിയാം മാമാങ്കം എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റോറിയുടെ തന്നെ, ആ ഒരു സിനിമയുടെ തന്നെ ഒരു സ്റ്റോറിയാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് എടുത്തിട്ടുള്ളത് ഈ സ്റ്റോറിയിൽ നിന്നാണെന്ന് തോന്നുന്നു. അത് പണ്ടേ ഉള്ള ഒരു സ്റ്റോറിയാണ്, അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ഓർമ്മയിൽ പറയാണ്, ഉണ്ണി മുകുന്ദൻ ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമയില്ലേ, ഉണ്ണി മുകുന്ദനും മമ്മൂട്ടിയും ഒക്കെ ആയിട്ട്, എന്നിട്ടൊരു ഉണ്ണി മുകുന്ദൻ്റെ മകൻ ചാവേറായിട്ട് പോകുന്നതും മാമാങ്കത്തിൽ ഫൈറ്റ് ചെയ്യുന്നതും ഒക്കെ ഉള്ളൊരു സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ട് കേരളത്തിൽ നടന്നിരുന്ന ഒരു സംഭവമാണ് മാമാങ്കം. അതായത് കോഴിക്കോട് സാമൂതിരിയുടെ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി വള്ളുവനാട്ടിൽ നിന്ന് യുദ്ധവീരന്മാർ പോകും. അവരവിടെ ചെല്ലുന്നു. അവിടെ സാമൂതിരിനെ ഒരു മണ്ഡപത്തിൽ ഇരുത്തിയിട്ടുണ്ടാകും. ആ മണ്ഡപത്തിൽ കയറി സാമൂതിരിയെ കൊല്ലുക എന്നുള്ളതാണ് ഇവരുടെ ഒരു, ഈ ചാവേറുകളുടെ ഒരു അവർ ചെയ്യേണ്ടത്. അവിടെ മണ്ഡപത്തിൽ കയറുക, സാമൂതിരിയെ കൊല്ലുക, അധികാരം പിടിച്ചെടുക്കുക. പക്ഷേ ഇത് ചെയ്യാൻ വേണ്ടി സമ്മതിക്കില്ല. കാരണം സാമൂതിരിയുടെ ഒത്തിരി പടയാളികളും ഒക്കെ ഇവർക്ക് വേണ്ടി കാവൽ നിൽക്കുന്നുണ്ടാകും. അതുപോലെ എത്രയോ കടമ്പകളുണ്ട്. അവർ അത് കടന്നു കഴിഞ്ഞാൽ മാത്രമേ സാമൂതിരിയുടെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. അപ്പം അതൊരു 12 വർഷത്തിലൊരിക്കലാണ് ഈ സംഭവം നടക്കുന്നത്, ഈ മാമാങ്കം നടക്കുന്നത്. അത് ഭയങ്കര ഒരു ഫെസ്റ്റിവലായിട്ടാണ് ഇവർ കൊണ്ടാടുന്നത്. കച്ചവടക്കാരും ആളുകളൊക്കെ വന്ന് അവിടെ ടെൻ്റടിച്ച് കുറേ നാളുകൾ താമസിച്ച്, അതിനിടയിൽ ഈ അവിടെ ഫൈറ്റ് നടക്കുമ്പോൾ ഇപ്പുറത്തെ കച്ചവടവും ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സംഭവം അത് നമുക്ക് ആ ഒരു സിനിമയിൽ നന്നായിട്ട് മനസ്സിലാകും. നിങ്ങൾ ഈ പാഠം വായിക്കുമ്പോൾ ആ സിനിമേനെ ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റും. ഞാനിത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് എപ്പോഴും നമുക്ക് ഓഡിയോ വിഷ്വൽ തിങ്സ് ആണ് നമുക്ക് എപ്പോഴും മനസ്സിലേക്ക് വരുന്നത്, അല്ലേ? ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമയിലെ കാര്യങ്ങൾ നമ്മൾ മറക്കാറുണ്ടോ? ഇല്ല, അല്ലേ? ആ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കാറുണ്ട്. ഇപ്പം KGF ഒരു തവണ കണ്ടിട്ടുള്ളെങ്കിലും KGF ഓരോ സീനുകളും ഓരോ ഡയലോഗുകളും നമുക്ക് ഓർമ്മയുണ്ടാകും. അതുപോലെ തന്നെ ഈ മാമാങ്കം എന്ന് പറഞ്ഞ ആ സിനിമ ഒന്ന് കണ്ടു നോക്കുക. മുഴുവൻ കണ്ടില്ലെങ്കിലും മമ്മൂട്ടി ഒരു ചുവർച്ചിത്രം പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്, ഒരു കുട്ടിക്ക് വരച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് സാമൂതിരി ഇരിക്കുന്നത്, ഇതാണ് കടമ്പകളുള്ളത്, ഇതാണ് ഡോറുള്ളത് എന്നൊക്കെ പറഞ്ഞ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാമാങ്കം എന്താണെന്ന് എഴുതാൻ പറ്റും. ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ചിട്ടാണ് ഈ തിരുനാവായ എന്ന് പറഞ്ഞ സ്ഥലം ഉള്ളത്. ഈ
സ്ഥലത്ത് വെച്ചിട്ടാണ് നമുക്ക് ഈ മാമാങ്കം നടക്കുന്നത്. അവിടെ അവർ ടെമ്പററി ആയിട്ട് ഇങ്ങനെ ഉള്ള മണ്ഡപങ്ങളും എല്ലാം കെട്ടും ആ സമയത്ത്. എന്നിട്ടാണ് അവിടെ വെച്ച് നടത്തുന്നത്. അപ്പം ഇതൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എനിക്ക് അതൊന്നും ഇവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റീയൂസ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോനെ അവർ യൂട്യൂബുകാർ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഞാനിവിടെ ഒന്നും ആഡ് ചെയ്യാത്തത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആ സിനിമയിലുള്ള കുറച്ച് ഭാഗം ആഡ് ചെയ്യുമായിരുന്നു. കാരണം കുട്ടികൾക്ക് കൂടുതൽ വിഷ്വലായിട്ട് കാണുമ്പോഴാണ് മനസ്സിലാകുക. വാട്ട് ഈസ് മെൻറ്റ് ബൈ തൃപ്പടി തൃപ്പടിദാനം. തൃപ്പടിദാനം എന്താണെന്ന് നോക്കാം. ഓൺ January 3rd, 1750 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ പെർഫോം തൃപ്പടിദാനം. അപ്പോൾ 1750 ജനുവരി 3-ാം തീയതി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഹി സറണ്ടർഡ് ഹിസ് sword, the symbol of his authority, to Sri Padmanabha, the family deity of Travancore, and became Padmanabhadasa, a servant of Lord Padmanabha. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ ഉടവാള് ശ്രീ പത്മനാഭസ്വാമിക്ക് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ ഉണ്ടല്ലോ അമ്പലത്തില്, ഈ ശ്രീ പത്മനാഭസ്വാമിയുടെ മുമ്പിൽ അടിയറ വെച്ചിട്ട് പത്മനാഭദാസനായി മാറി. ദിസ് ഈസ് നോൺ ആസ് തൃപ്പടിദാനം. ഇതിനെയാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്. അദ്ദേഹം രാജാവ് പത്മനാഭന്റെ ദാസനായിട്ട് മാറി. രാജാവും എല്ലാം പത്മനാഭന്റേതാണ് എന്നുള്ളൊരു മെസ്സേജാണ് അവിടെ കൊടുത്തത്. ദൈവത്തിൻ്റെതാണ്, ഈ രാജാവിൻ്റെ അല്ല ഒന്നും എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണ് തൃപ്പടിദാനം ചെയ്തിട്ടുള്ളത്. ദിസ് വാസ് എ പാർട്ട് ഓഫ് ചേഞ്ചസ് മാർത്താണ്ഡവർമ്മ ബോട്ട് അബൌട്ട് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രാവൻകൂർ ടു കൗണ്ടർ ദ എക്സസീവ് ത്രെറ്റ് ഫ്രം ലാൻഡ് ലോഡ്സ്. അപ്പോൾ ഈ ജന്മിമാരെയൊക്കെ അടിച്ചമർത്തിയ സമയമായിരുന്നല്ലോ അത്. ജന്മിമാരെയൊക്കെ അടിച്ചമർത്തിയ സമയത്തും അതുപോലെ എട്ട് വീട്ടിൽ പിള്ളമാരെ അവരെയൊക്കെ അടിച്ചമർത്തി ജന്മി വ്യവസ്ഥയൊക്കെ തച്ചുടച്ച സമയത്ത് ഈ ജന്മികളുടെ ഒരു ത്രെറ്റ് ഭീഷണി ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ ഫോഴ്സ് ആയി കഴിഞ്ഞാൽ രാജാവിനെ കീഴടക്കാൻ സാധിക്കും എന്നുള്ളൊരു ഭീഷണി ഉണ്ടായിരുന്നു. അപ്പം അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് രാജാവ് രാജ്യത്തിന്റെ കാവൽക്കാരൻ മാത്രമാണ്, ഒരു സെർവൻ്റ് ആണ്, രാജ്യം ഭഗവാന്റേതാണെന്ന് പറഞ്ഞിട്ട് ഒരു സിംബലൈസിങ് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹം തൃപ്പടിദാനം ചെയ്തത് എന്നാണ് കഥ. കേരള വൺസ് part of ancient Tamilakam emerged as a distinct political region under the rule of Perumals. പെരുമാൾ കാലഘട്ടത്തിലാണ് തമിഴകത്തിന്റെ ഭാഗമായിരുന്ന കേരളം ഒരു സെപ്പറേറ്റ് ഒരു രാജ്യമായിട്ട് മാറാൻ തുടങ്ങിയത് പെരുമാളിന്റെ ഭരണകാലത്ത്. ബട്ട് ദ കൊളാപ്സ് ഓഫ് പെരുമാൾ റൂൾ ലെഡ് ടു ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദിസ് പൊളിറ്റിക്കൽ യൂണിറ്റി. ഈ ഒരു ഒത്തൊരുമ കേരളം മുഴുവനായിട്ട് ഒരുമിച്ച് ഒരു പെരുമാളിന്റെ കീഴിലായിരുന്നു. അപ്പൊ ഈ ഒരു ഒത്തൊരുമ തച്ചുടച്ചത് എപ്പോഴാണ്? പെരുമാൾ റൂള് അവസാനിച്ച സമയത്താണ്, നാടുവാഴി വ്യവസ്ഥ വന്നപ്പോഴാണ്. ദ എമർജൻസ് ഓഫ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഓട്ടോണോമസ് നാടുവാഴി സ്വരൂപംസ് സിഗ്നിഫിക്കൻ്റ്ലി ഓൾട്ടർഡ് ദ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സോഴ്സസ് ഓഫ് മിഡീവൽ കേരള. ഇപ്പം മധ്യകാലഘട്ടത്തിലെ കേരളത്തിലെ ആ ഒരു സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള ഒത്തൊരുമ നശിപ്പിച്ചതാരാണ്? ഈ നാടുവാഴികളാണ്. നാടുവാഴികൾ അവരുടെ സ്വന്തം പ്രദേശത്തിന് എന്ത് ചെയ്തു? തനിത്തനിയായിട്ട് ഭരിക്കാൻ തുടങ്ങി. ഒരു നാടുവാഴിയുടെ പ്രദേശം മുഴുവൻ ആ നാടുവാഴി അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഭരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികപരമായിട്ടുള്ള ഭിന്നിപ്പുണ്ടായത് കേരളത്തിൽ. ലേറ്റർ ദ പ്രിൻസ്ലി സ്റ്റേറ്റ് ദാറ്റ് ഇവോൾവ് ഫ്രം ദീസ് നാടുവാഴി സ്വരൂപംസ് വർ യൂണിഫൈഡ് ടു ഫോം ദ മോഡേൺ സ്റ്റേറ്റ് ഓഫ് കേരള. കാലക്രമേണ 1956 ആയപ്പോഴത്തേക്കും എന്ത് ചെയ്തു? ഈ നാടുവാഴികളുടെ എല്ലാ നാടുകളെയും കൂടി ഒരുമിപ്പിച്ച്, എല്ലാ നാടുകളെയും കൂടി ഒരുമിപ്പിച്ചിട്ട് ഒരേ ഭാഷ സംസാരിക്കുന്ന ഒരേ പ്രദേശങ്ങളെ എല്ലാം ഒരുമിപ്പിച്ചിട്ടാണ് കേരള സ്റ്റേറ്റ് രൂപീകൃതമായത്. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി: കളക്ട് ദ പിക്ചേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് മെഗലിത്തിക് മോണ്യുമെന്റ്സ് ഇൻ കേരള ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം. ഓർഗനൈസ് എ സെമിനാർ ഓൺ ദ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് ഓഫ് സംഗം ഏജ്. ഇപ്പൊ സംഗം ഏജിന്റെ സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ ലൈഫ് പറയാൻ പറഞ്ഞിട്ട് നമുക്ക് ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ച കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു സെമിനാർ പേപ്പർ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. സോഷ്യൽ ലൈഫ് ചോദിച്ചിട്ടുണ്ട്, എക്കണോമിക് ലൈഫ് ചോദിച്ചിട്ടുണ്ട്, തിനൈസ് എന്തെല്ലാമാണെന്ന് ചോദിച്ചിട്ടുണ്ട്, പൊളിറ്റിക്കൽ സിസ്റ്റം ചോദിച്ചിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരുമിച്ച് എഴുതിയാൽ മതി. കാരണം നമുക്ക് ഒരുമിച്ച് എഴുതാൻ വേണ്ടിയുള്ള ഒരു 10 മാർക്കിൻ്റെയോ 5 മാർക്കിൻ്റെയോ ചോദ്യമൊന്നും അല്ല നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക. സെപ്പറേറ്റ് ആയിട്ടുള്ള ചെറിയ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. 2-3 പോയിന്റ്സ് എഴുതേണ്ട ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം ഒന്ന് ഓർത്ത് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഒന്നും കാണാതെ പഠിക്കണ്ട. കാണാതെ പഠിച്ചിട്ട് നമുക്ക് പ്രയോജനമില്ല. അണ്ടർ ദ സ്പീഷ്യസ്
social science club, construct models of megalithic monuments and display them in the school. Megalithic monuments in the construction ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. Collect the pictures and information about various arts that developed during the reign of Perumal and prepare a video presentation. ഒരു വീഡിയോ പ്രസന്റേഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പെരുമാൾ റൂളിൻ്റെ സമയത്ത് ചെയ്ത കുറേ ഡാൻസ്, മ്യൂസിക്, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്, പെയിൻറ്റിങ്, സ്കൾപ്ചർ, ആർക്കിടെക്ചർ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചിത്രങ്ങൾ എടുത്തിട്ട് ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ പെരുമാൾ റൂൾ അല്ലാതെ തന്നെ ചോളന്മാരുടെയും ചേരന്മാരുടെയും പാണ്ഡ്യന്മാരുടെയും കാലഘട്ടത്തിലും ആർക്കിടെക്ചർ, അതായത് വാസ്തു ശാസ്ത്രത്തിലും ശില്പകലയിലും ഒക്കെ മുന്നിലായിരുന്നു. അതാണ് രാജരാജ ചോളൻ നിർമ്മിച്ചിട്ടുള്ള ഒരു അമ്പലത്തിൻ്റെ കാര്യം നമ്മൾ പറയാറുണ്ട് എപ്പോഴും. ആ അമ്പലത്തിൻ്റെ ആർക്കിടെക്ചറും വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ, ആ അമ്പലത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണുക. ഇതെല്ലാം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിനെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണുക. ബി പ്രൗഡ് ഓഫ് എൻ ഇന്ത്യ. ക്ലാസ് കഴിഞ്ഞു. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.